ചോലനായ്ക്കർ അഭിനയിക്കുക എന്ന് അവർ കിങ് ഓഫ് ദ ഫോറസ്റ്റ് തന്നെയാണ്. എനിക്ക് തന്തപ്പേര് എന്ന് പറയുന്ന സിനിമ ഫിക്ഷനാണ് എന്ന് പറയാനാണ് എനിക്ക് ഇഷ്ടം. കാരണം അത് ഫിക്ഷൻ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ മനുഷ്യർ വേദനിക്കും. കാരണം ഇവരുടെയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. കേരളത്തിലെ മലബാറിലെ പലതരം ഗോത്ര വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരുടെ ജീവിതാനുഭവങ്ങളാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ അവർക്കതൊരു വേദന ആവരുത് എന്നുള്ളത് കൊണ്ട് ഞാനതൊരു ഫിക്ഷനാണ് എന്ന് കളവ് പറയുന്നു. ഇനി അത് ഞാൻ പറയുന്ന കളവ് അല്ല, ഇയാൾ പറയുന്നത് സത്യമാണ് എന്ന് തെളിയിക്കേണ്ടത് നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഉത്തരവാദിത്തമാണ്, സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ നിങ്ങൾ പോവുകയും അത് അന്വേഷിക്കുകയും ഇനി അവിടെ അങ്ങനെ അല്ലാതിരിക്കുകയും ചെയ്യേണ്ടത് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ആ തന്തപ്പേര് അങ്ങനെ വരുന്നു. അപ്പോൾ തന്തപ്പേരിൻ്റെ ഭാഷ വളരെ പ്രധാനപ്പെട്ടൊരു സാധനമാണ്. കാരണം ഈ സമൂഹം അറനാടർ എന്ന് പറയുന്ന ഗോത്ര വിഭാഗത്തിൽ ഇന്നാകെ എനിക്ക് തോന്നുന്നു യഥാർത്ഥ അറനാട വിഭാഗത്തിൽപ്പെട്ട ആളുകൾ 100-ൽ താഴെയായിരിക്കും. അവരെ കൊണ്ട് ഈ സിനിമ ചെയ്യിച്ചെടുക്കാൻ കഴിയില്ല. കാരണം അതിന് വേണ്ട കഥാപാത്രങ്ങൾ ഒന്നും നമുക്ക് കഥാപാത്രമാവാൻ രൂപസാദൃശ്യമോ ഒന്നുമില്ല ആളുകൾ എനിക്കതിനകത്ത് കണ്ടെത്താൻ കഴിയും. അപ്പോൾ ആണ് വിനു പറയുന്നത് അതിന് നമുക്ക് ചോലനായ്ക്കർ എന്നുള്ള രീതിയിലേക്ക് നീങ്ങാം എന്നുള്ളത്. അപ്പോൾ ചോലനായ്ക്കരുടെ ഭാഷ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം 4-5 തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം, ഈ 4 ഭാഷകൾ, തുളു, 5 ഭാഷകളുടെ സങ്കര ഭാഷയാണ്, ആദി ദ്രാവിഡ ഭാഷയാണ് ചോലനായ്ക്കർ സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഭാഷയിൽ സിനിമ ചെയ്യുക എന്നുള്ളതിലേക്ക് എത്തുമ്പോൾ അതൊരു വലിയ വെല്ലുവിളിയായിരുന്നു. മാത്രമല്ല ചോലനായ്ക്കർ അഭിനയിക്കുക എന്നുള്ളത് അവർ കിങ് ഓഫ് ദ ഫോറസ്റ്റ് തന്നെയാണ്. ഇപ്പം ഇന്നും വിനു പറയുന്നൊരു സാധനമുണ്ട്. ചോലനായ്ക്കർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മറ്റ് ട്രൈബൽ ഗ്രൂപ്പിനെ പോലെ ഞങ്ങൾ ഒറ്റയ്ക്ക് ഞങ്ങളുടെ പരമാധികാര സ്വാതന്ത്ര്യ വ്യവസ്ഥയിലാണ് ഇപ്പോഴും ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് വേറൊരു രീതിയാണ്. അപ്പോൾ ഷൂട്ടിനിടയിൽ എപ്പോഴെങ്കിലും ഇഷ്ടമില്ലാത്തൊരു കാര്യം നടന്നാൽ അവിടെ അവസാനിക്കും ആ സിനിമ. അന്നത്തെ ഷൂട്ടല്ല ഞാൻ പറഞ്ഞത്, ആ സിനിമ അവിടെ അവസാനിക്കും. ഇങ്ങനെയായിരുന്നു ഞങ്ങൾക്കിടയിലുള്ള വാക്ക്.